49-ാം ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 എത്തിയ രതീഷ് കുമാർ ഉടനെ തന്നെ ബിഗ് ബോസിൽ നിന്ന് തിരിച്ചു പോകുന്നതായിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ രതീഷ് കുമാർ വന്നിരിക്കുന്നത് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടല്ല, ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ചലഞ്ചർ ആയിട്ടാണ്. മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഒന്ന് ഹാപ്പി ആക്കി വെക്കാൻ, അവരെ ഒന്ന് ചിരിപ്പിക്കാനായിട്ടാണ് ലാലേട്ടനും ബിഗ് ബോസും രതീഷിനെ വീട്ടിലേക്ക് വിട്ടിരിക്കുന്നത്. ഈ ഒരു 50-ാം എപ്പിസോഡിലേക്ക് അടുക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു എൻറ്റയർ എപ്പിസോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതുവരെയും സ്നേഹമോ പുഞ്ചിരിയോ കളിയോ ചിരിയോ ഒന്നും കാണാത്തൊരു സീസൺ. മറ്റുള്ള സീസണുകളെ അപേക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മാറ്റിപ്പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു അഗ്രസീവ് സീസൺ ആയിട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു അല്ലെങ്കിൽ ആ ഒരു വീടിനെ ഒന്ന് ചിരിപ്പിക്കാനും മറ്റുള്ള കണ്ടസ്റ്റൻസിന് എന്തെങ്കിലും കാര്യങ്ങൾ സങ്കടങ്ങളൊക്കെ ആയിട്ട് പറയാനും അവർക്കൊന്ന് പൊട്ടിക്കരയാനും ഒക്കെ ആയിട്ട് ഒരു പില്ലർ പോലെയാണ് നമ്മുടെ രതീഷിനെ ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അത് ആവശ്യമുള്ള ഒരാൾ ബിഗ് ബോസിൽ തന്നെയുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ മസിലിനുള്ളിൽ ചെറിയൊരു മനസ്സുള്ള നമ്മുടെ ജിൻഡോ. നമുക്കറിയാം, ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ ഒരു സമയത്ത് ഒരുപാട് ജനപിന്തുണ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ ജിൻഡോ. ജിൻഡോന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു ആദ്യത്തെ ഒരാഴ്ച നമ്മുടെ രതീഷ് കുമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രതീഷിന്റെ ഈ ഒരു ചലഞ്ചർ ആയിട്ടുള്ള ഈ ഒരു എൻട്രി ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ജിൻഡോയുടെ ഗെയിമുകൾക്ക് തന്നെ ആയിരിക്കും. അദ്ദേഹത്തിന് പറഞ്ഞു കരയാനായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് എന്തൊക്കെയായാലും കുറച്ച് നാള് നമ്മുടെ രതീഷ് അവിടെ ഉണ്ടാവും. അടുത്ത വീക്കെൻഡ് എപ്പിസോഡിന് മുന്നായിട്ട് രതീഷ് ബിഗ് ബോസിൽ നിന്ന് പോകും എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടല്ല, ഒരു ചലഞ്ചർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഗെയിം നമുക്കിനി കാണാൻ പറ്റും. കണ്ടസ്റ്റന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായം പിടിച്ചുകൊണ്ട് കളിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കും. പക്ഷെ ചലഞ്ചർ ആയിട്ട് വരുമ്പോൾ എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാനായിട്ട് രതീഷിന് സാധിക്കും. ഇന്നലെ വന്നപ്പോൾ തന്നെ നല്ല പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഹാപ്പി ആക്കി വെക്കുന്നുണ്ടായിരുന്നു കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ രതീഷിന്റെ ആ ഒരു പരിപാടി മുന്നോട്ട് പോട്ടെ. ഇനി നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ കഴിയില്ല, ബിഗ് ബോസിന്റെ കാര്യമാണ്, മാറ്റിപ്പിടിക്കുന്ന സീസണാണ്. ഇനി കുറച്ച് നാൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത വീക്കെൻഡ് എപ്പിസോഡിന് മുന്നായിട്ട് രതീഷ് പോകേണ്ട അവസ്ഥ വരുമ്പോൾ ഈ പറയുന്ന ബിഗ് ബോസ് ചിലപ്പോൾ രതീഷിനെ കണ്ടസ്റ്റന്റ് ആക്കി മാറ്റിയിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിലും പറയാം. നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഈ ഒരു സമയത്ത് നമ്മൾ അന്വേഷിച്ചപ്പോഴും ലാലേട്ടൻ എപ്പിസോഡിൽ പറഞ്ഞതനുസരിച്ചും രതീഷിനെ ചലഞ്ചറായിട്ട് 5 ദിവസത്തേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതിന്റെ പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ രതീഷിനെ വിളിച്ചിരിക്കുന്നത്. ഒന്ന് ഹാപ്പി ആയിട്ട് വെക്കാനും അവരായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാനും ചില കാര്യങ്ങൾ അവരായിട്ട് സംസാരിക്കാനും. അപ്പൊ എന്തൊക്കെയായാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഈ ഒരു സീസണിന് മുന്നോട്ട് പോവുക എന്നുള്ളത്. ഈ ഒരു രതീഷിന്റെ ബിഗ് ബോസിലേക്കുള്ള എൻട്രി ജിൻഡോനെ എത്രമാത്രം അനുകൂലിക്കും, അല്ലെങ്കിൽ ജിൻഡോയുടെ ഗെയിം എത്രമാത്രം ഇമ്പ്രൂവ് ആക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്